ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഏകദേശം നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 10-12 ദിവസമായി. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മളൊരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മളിന്ന് എങ്ങോട്ട് പോകുന്നത്? വിഴിഞ്ഞം കോവളം. വിഴിഞ്ഞം കോവളത്ത് പോകാനാണ് നമ്മുടെ പ്ലാൻ. ഇതിൻ്റെ ചേട്ടനാണ്, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, സ്റ്റേഡ് എന്നാണ് പേര്. സോ പപ്പയും അമ്മ എല്ലാവരും അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പം ലെറ്റ്സ് ഗോ. സോ ഹായ് ഗൈസ്, നമ്മളിപ്പം വിഴിഞ്ഞെത്തിയിട്ടുണ്ട്. സോ പപ്പയും അമ്മേനെ ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ MSC എന്ന് പറയുന്ന വലിയൊരു ഷിപ്പ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഹാർബർ. സോ ഇവിടെ നമുക്ക് കുറേ ദിവസം നമ്മൾ വന്നിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാം. സോ ഗൈസ്, നമ്മളിപ്പം കോവളത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ വിഴിഞ്ഞത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, തിരക്കും കാര്യങ്ങളൊന്നും. പക്ഷേ അവിടെ ഒരു MSCയുടെ ഒരു ഷിപ്പ് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കാണിക്കുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ കൂടുതലായിട്ട് ഡീറ്റെയിലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കോവളത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം, എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കോവളത്ത് എത്തിയിട്ടുണ്ട്. സോ കോവളത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇവിടെ കുറച്ച് എന്താ പറയുക ഷോറുണ്ട്. അവിടെ അപ്പുറത്തെ സൈഡിൽ ഇപ്പം വെള്ളം കയറിയുണ്ട്, അവിടെ കയറാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് അകത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ലീല റാവിസ് വരുന്നത്. അവിടെയാണ് ലീല റാവിസ് 5 സ്റ്റാർ ഹോട്ടൽ. അവിടെ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ വരുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിപ്പം ഇവിടെ കോവളത്തിൽ വന്നിട്ടുണ്ട്. സോ കോവളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ല തിരക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് ഉള്ളിലോട്ട് വരണം. നിങ്ങൾ അവിടെ നിന്ന് കോവളം മെയിൻ വന്നതിന് ശേഷം ഉള്ളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തോട്ട് വരാൻ പറ്റും. കാണാൻ പറ്റും പപ്പയും അമ്മയും അണ്ണനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. സോ അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ലീല റാവിസ് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഏകദേശം മണി കാണാൻ പറ്റും 5:50 ആയിട്ടുണ്ട്. സോ ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട്. സോറി, പോലീസല്ല, കോസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, തിരമാലയിൽ ഉള്ളതുകൊണ്ട് ഇവിടെ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇഷ്ടംപോലെ വിദേശികളും സ്വദേശികളും എല്ലാവരും വരുന്നത് കാണാൻ പറ്റും. നല്ല വിശാലമായ ഏരിയയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് വന്നപ്പോഴത്തെ ഫേമസ് എന്താ പറയുക ഒരു സീ ആണ്. നിങ്ങൾക്ക് ബീച്ചെന്ന് പറയാം. സീ അല്ല, സോറി, ബീച്ചാണ്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കാണാവുന്നതാണ്. സോ പപ്പയുടെ ഉണ്ട്, അമ്മയുണ്ട്, അണ്ണനും ഉണ്ട്. സോ ആരെന്നാ വീഡിയോ